നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന UDFന്റെ പുതിയുഗ യാത്രയിൽ KPCC മുൻ അധ്യക്ഷൻ സുധാകരനും പങ്കെടുക്കും. കണ്ണൂർ ഇരിട്ടിയിലെ പൊതുസമ്മേളനത്തിലാണ് സുധാകരൻ എത്തുക. ഇരിട്ടിയിലെ പുതിയുഗ യാത്രയുടെ പൊതുസമ്മേളനം സുധാകരനാകും ഉദ്ഘാടനം ചെയ്യുക. കോൺഗ്രസ് നേതൃത്വം തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കുമ്പളയിലെ പുതിയുഗ യാത്രയുടെ ഉദ്ഘാടന വേദിയിൽ നിന്നും സുധാകരൻ ഇറങ്ങിപ്പോയത് വാർത്തയായിരുന്നു. പാർട്ടിയിൽ ഭിന്നതയുണ്ടെന്ന തരത്തിലുള്ള വിവരങ്ങളായിരുന്നു ഇതേ തുടർന്ന് പുറത്തു വന്നിരുന്നത്. കാസർകോട്ടെ സ്വീകരണ വേദികളിലൊന്നിലും സുധാകരൻ പങ്കെടുക്കാതെ ഇരുന്നത് ചർച്ചയായി. 7-ാം തീയതി സതീഷിന്റെ യാത്ര കണ്ണൂരിൽ പ്രവേശിച്ചിട്ടും ഒരു വേദിയിൽ പോലും സുധാകരനെ കാണാനായില്ല. സ്വന്തം തട്ടകമായ കണ്ണൂരിൽ യാത്ര 2 ദിവസം പിന്നിടുമ്പോഴും ജില്ലയിലെ ഒരു സ്വീകരണ കേന്ദ്രത്തിൽ പോലും സുധാകരൻ എത്താതിരുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട് കൊടിയ ചർച്ചകൾ ഉണ്ടാക്കാൻ തുടങ്ങി. പാർട്ടിയിൽ ഭിന്നത രൂക്ഷമെന്ന തരത്തിലായിരുന്നു ചർച്ചകൾ. എന്നാൽ കേസുമായി ബന്ധപ്പെട്ട് എറണാകുളത്തായതിനാൽ പങ്കെടുക്കാൻ സാധിച്ചില്ല എന്നതായിരുന്നു സുധാകരന്റെ വിശദീകരണം. സുധാകരന്റെ അസാന്നിധ്യം വലിയ ചർച്ചകൾക്ക് വഴിവെച്ചതോടെയാണ് അദ്ദേഹം പുതിയുഗ യാത്രയുടെ ഭാഗമായി വീണ്ടും എത്തുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള പുതിയുഗ യാത്ര ഇന്ന് കണ്ണൂർ ജില്ലയിൽ 5 നിയോജക മണ്ഡലങ്ങളിലാണ് പര്യടനം നടത്തുക. രാവിലെ വിവിധ മേഖലകളിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടവരിൽ നിന്നും അഭിപ്രായ രൂപീകരണത്തിന് ശേഷം തലശ്ശേരിയിലാകും പര്യടനം തുടങ്ങുക. അതേസമയം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നയിക്കുന്ന LDF വടക്കൻ മേഖലാ വികസന മുന്നേറ്റ ജാഥ ഇന്ന് മലപ്പുറം ജില്ലയിലാകും പര്യടനം നടത്തുക. വൈകിട്ട് 3-ന് വള്ളികുന്ന് മണ്ഡലത്തിലെ തലപ്പാറയിലാണ് CPM സംസ്ഥാന സെക്രട്ടറി നയിക്കുന്ന യാത്രയ്ക്കുള്ള ആദ്യ സ്വീകരണം. വേങ്ങരയിലെ സൊബാക് സ്ക്വയറിലെ സ്വീകരണത്തിന് വൈകിട്ട് മലപ്പുറം കോട്ടപ്പടിയിൽ ജാഥ സമാപിക്കും.